5th ആനിവേഴ്സറി ആകുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഒരു ട്രെയിലർ വരുന്നുണ്ട്. ആ ഒരു ട്രെയിലറാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരുപാട് ക്യാരക്ടറുകൾ കാണാൻ സാധിക്കും. ക്യാരക്ടർ റോയൽ വരുന്നുണ്ട്. നമുക്ക് ഗോൾഡ് ഉപയോഗിച്ചിട്ട് സ്പിൻ ചെയ്യാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ക്യാരക്ടറുകളൊക്കെ എടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് എല്ലാവർക്കും 5th ആനിവേഴ്സറിയിൽ ലോഗിൻ റിവാർഡ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ക്യാരക്ടർ ആയിരിക്കും. ജസ്റ്റിൻ ബേബറിന്റെ ക്യാരക്ടറാണ്. ദെൻ ഫ്രണ്ട്സ് അതുമാത്രമല്ല നമുക്കിവിടെ കുറെ എവോ ഗണ്ണുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. AK-47, M10, UMB, സ്കാരൽ, ഈ എല്ലാ എവോ ഗണ്ണും 5th ആനിവേഴ്സറിയിൽ നമുക്ക് ഒരു ഇവന്റിൽ നമുക്ക് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എവോ ഗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. 5th ആനിവേഴ്സറിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള എവോ ഗണ്ണിന്റെ ഒരു ഈവന്റ് വരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം റെഡ് ക്രിമിനൽ ബണ്ടിൽ വളരെ റെയർ ആയിട്ടുള്ളൊരു ബണ്ടിലാണ്. ഈ ഒരു ബണ്ടിലേക്കുള്ള അക്കൗണ്ടിനൊക്കെ വളരെ സെഡ് ആവുന്ന ഒരു അവസ്ഥയാണ് ഗൈസ് വരാൻ പോകുന്നത്. കാരണം നമുക്കൊരു ആഗസ്റ്റ് 23 അല്ലെങ്കിൽ 27 ആകുമ്പോഴേക്കും നമ്മുടെ റെഡ് ക്രിമിനൽ ബണ്ടിലൊക്കെ തിരിച്ചു വരുന്നുണ്ട്, റിട്ടേൺ വരുന്നുണ്ട്. 100% കൺഫേം ആയിരിക്കുകയാണ്. റെഡ് ക്രിമിനൽ ബണ്ടിലും പിന്നെ നിയോൺ ക്രിമിനൽ ബണ്ടിലും നമുക്ക് കാണാൻ സാധിക്കും. ഇടതുഭാഗത്ത് കാണുന്ന നിയോൺ ക്രിമിനൽ ബണ്ടിൽ ഒരു എവല്യൂഷൻ ബണ്ടിലായിരിക്കും. നമുക്കിതിൽ അനിമേഷൻസ് കാണാൻ സാധിക്കും. നമുക്കൊരു ആഗസ്റ്റ് 28 ആകുമ്പോഴേക്കും നമുക്ക് റെഡ് ക്രിമിനൽ ബണ്ടിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും നമ്മുടെ ഫ്രീ ഫയറിലേക്ക്. ഫെയർഡ് ബില്ലായിരിക്കും വരുന്നത്. ഏകദേശം ഒരു 3000 ഡയമണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. നമുക്ക് ആദ്യം വരാൻ പോകുന്നത് റെഡ് ക്രിമിനൽ ബണ്ടിലായിരിക്കും 5th ആനിവേഴ്സറി ആകുമ്പോഴേക്കും. ഈ ഒരു റെഡ് ക്രിമിനൽ ബണ്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് സക്കുറ ബണ്ടിലും ഹിപ്പോ ബണ്ടിലൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഗരീന ഫ്രീ ഫയർ ബാൻ ആയതിനു ശേഷം അവർക്ക് വന്നിട്ടുള്ള നഷ്ടം നികത്താനായിട്ട് ഓരോരോ റെയർ ഓൾഡ് ബണ്ടിൽസൊക്കെ റിട്ടേൺ കൊണ്ടുവരികയാണ്. ഈ ഒരു ഗരീന ഫ്രീ ഫയർ ഡിസിഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. ഇതൊന്നും മാത്രമല്ല 5th ആനിവേഴ്സറിയിൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ബണ്ടിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു ഫീമെയിൽ ബണ്ടിലും ഒരു മെയിൽ ബണ്ടിലും കാണാം. ഈ ഒരു മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ബണ്ടിൽ ഇതിൽ ഒരു ബണ്ടിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ഇതോടൊപ്പം 5th ആനിവേഴ്സറിയിൽ വരാൻ പോകുന്ന എല്ലാ റിവാർഡ്സുകളും നമുക്ക് ചൂടെ കാണാം. അടുത്തത് OB35 അപ്ഡേറ്റിന് വേണ്ടി നമ്മുടെ ഗരീന ഫ്രീ ഫയർ കുറച്ച് ഗണ്ണുകൾക്കൊക്കെ കുറച്ച് ബാലൻസ് നൽകിയിട്ടുണ്ട്. അതായത് G36, M24, പിന്നെ നമുക്ക് M187, ഫാമാസ് കാർ തുടങ്ങിയ ഗണ്ണിന്റെ സ്കിന്നുകൾക്കൊക്കെ എബിലിറ്റി കൂട്ടിയിരിക്കുകയാണ്. ഇതിന്റെ പവറൊക്കെ കൂട്ടിയിരിക്കുകയാണ്. M14 പിന്നെ UMB തുടങ്ങിയ ഗണ്ണിന്റെ സ്കിന്നുകൾക്കൊക്കെ പവർ കുറച്ചിരിക്കുകയാണ്. ദെൻ ഗൈസ് M80യുടെ ഒരു എവല്യൂഷൻ ഗണ്ണ് വരുന്നുണ്ട്. അപ്പോൾ M80യുടെ ഗണ്ണൊക്കെ വരാൻ നേരത്തെ, എവല്യൂഷൻ ഗണ്ണൊക്കെ വരാൻ നേരത്തെ എല്ലാ പ്ലേയേഴ്സും അത് എടുക്കാൻ ശ്രമിക്കും. ഇതാണ് നമ്മുടെ ഗരീന ഫ്രീ ഫയറിന്റെ ബിസിനസ് തന്ത്രം. 5th ആനിവേഴ്സറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന പുതിയ ഐറ്റംസ് ആണ് ഇതെല്ലാം. അതുമാത്രമല്ല പുതിയ ഫിഷിന്റെ സ്കിന്നും പിന്നെ നമുക്ക് എല്ലാവർക്കും മറ്റുള്ള ഗണ്ണിന്റെ സ്കിന്നുകളും നമുക്ക് എവോ M80 കാണാൻ സാധിക്കും. 5th ആനിവേഴ്സറിയിൽ നമുക്കൊരു ഈവന്റ് വരുന്നുണ്ട്. ഈവന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് ക്രേഡ്സുകൾ ലഭിക്കും. ആ ക്രേഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ടോക്കൺ ആണ്. ആ ടോക്കൺസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രീ റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല നമുക്ക് എല്ലാവർക്കും 5th ആനിവേഴ്സറി പീക്ക് ഡേയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ലോഗിൻ റിവാർഡ് ലഭിക്കാൻ പോകുന്നത് ജസ്റ്റിൻ ബേബറിന്റെ ക്യാരക്ടർ ആയിരിക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് 5th ആനിവേഴ്സറി ഈവന്റ് കലണ്ടർ കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള വീഡിയോസിനായി നിങ്ങൾ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ താഴെ കിടന്ന ബെല്ലേക്ക് അമർത്തുക. ഇൻഡിപെൻഡൻസ് ഡേ ഈവന്റ് വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും നല്ല മാസമായിട്ടുള്ളൊരു ഈവന്റ് ആയിരിക്കും ആഗസ്റ്റ് 15 കാണാൻ സാധിക്കുക. ആഗസ്റ്റ് 15 ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് റിവാർഡ്സ് ലഭിക്കും. കഴിഞ്ഞ വർഷം ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്കൊരു ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഇത്തവണയും ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ടൊരു ബണ്ടിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് എല്ലാവർക്കും നല്ല മാസമായിട്ടുള്ള റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഏത് റിവാർഡ്സ് ആണ് ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. ബട്ട് നല്ല ഒരു റിവാർഡ്സ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കാതെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം സപ്പോർട്ടും തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.